എന്താ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരെ അധികാരത്തെയാണ് ഇവരെ പ്രശ്നം. നോക്കൂ നിങ്ങൾ, റിഫായി മാലയിൽ ഒരു പാട്ട്, റിഫായി മാലയിൽ ഒരു വരി ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വരി തന്നെ. ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ, ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ, എങ്കിലോ നിന്നെ ഞാൻ അവ്വലു മഖാമാതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. ഇബ്ലീസ് ആരെ ചതിക്കാൻ വേണ്ടി ചെന്നു? അഹ്മദുൽ കബീർ റിഫാഇ. അപ്പൊ അവരോട് പറഞ്ഞു, ഇഫൽ നീ എന്നെ തുടര്, എന്നെ തുടരൂന്ന് ആര്? അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. എങ്കിലോ തുടരൂന്നുള്ള കൽപ്പന അങ്ങനെ തന്നെ. തുടർന്നാലോ നിന്നെ ഞാൻ അവ്വലു മഖാമതിൽ എത്തിക്കാം എന്ന് കരുതി പറഞ്ഞോവർ. തമാശക്ക് പറഞ്ഞതല്ല, കരുതി പറഞ്ഞ തന്നെയാണ്. ഈ വരി എത്ര കാലുണ്ട് ഇവിടെ മുജാഹിദ് ചോദ്യം ചെയ്ത് നടക്കണം. മുജാഹിദുകൾ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ വാക്ക് ഖുർആനിനെതിരാണ്, ഖുർആനെതിരാന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്ര അതിന് ഇവിടെ അനങ്ങിയ ഖുർആനെതിരല്ലേ. ബദരീങ്ങളെ വിളിച്ചാൽ ഖുർആനെതിര്. ലാ യസ്മഉ ദുആഅക്കും, ഓത്തുണ്ടാവുമല്ലോ. ഖുർആനോട് ഓതി നോക്കിയാൽ ശരിക്കും അർത്ഥം വെച്ചാൽ ഒരു എതിരും ഉണ്ടാവൂല. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി. ഫൈസൽ മൗലവി ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നതെന്ന് കണ്ടോളൂ. ഇതേ പണിയാണ് ഇപ്പൊ അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ആരെ കുറിച്ച് പാടിയപ്പോ? മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസ. ഒന്ന് കേട്ടോ. ചൊല്ലാൻ പറ്റുമോ? കഴിഞ്ഞില്ല. ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ, ഇഫൽ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ. ഇബ്ലീസ് വന്നു എന്തിന്? റിഫായി ശൈഖിനെ ചതിക്കാൻ. റിഫായി ശൈഖിനെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നു. വന്നപ്പോൾ റിഫായി ശൈഖിന്റെ ഓർഡർ തൽക്കാലിന്റെ മുറിയിലേക്ക് പോന്ന നിവൃത്തിയില്ല. അങ്ങനെ ഇബ്ലീസ് റിഫായി ശൈഖിനെ തുടർന്നു. റിഫായി ശൈഖിന്റെ മുരീദായി മാറി ഇബ്ലീസ് എന്നാണ് ഈ പറയണത്. ഇബ്ലീസിനെ പിടിച്ചിട്ട് തന്റെ മുരീദാക്കി എന്നെ തുടർന്നു. ഇപ്പോൾ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ, ഇപ്പൊ എന്നെ തുടരാൻ വേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ തുടർന്ന ആളാക്കി മാറ്റി. മാത്രമല്ല, തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവൽ മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. എന്റെ മുറിയിലായിട്ട് നീ മാറുകയാണെങ്കിൽ നിന്റെ പഴയ സ്ഥാനം ഞാൻ തിരിച്ചു തരാം എന്ന് ഇബ്ലീസിനോട് റിഫായി ശൈഖ് പറഞ്ഞു. പണ്ടത്തുണ്ടല്ലോ അല്ലാഹ് ശപിക്കുന്നതിന് മുമ്പത്തെ സ്ഥാനം, ആ സ്ഥാനം ഞാൻ തിരിച്ചു തരാം. എന്തായാ മതി? നിന്റെ ത്വരീഖത്തിന് നീ മുരീദായി കൂടിയാ മതി. അപ്പൊ റിഫായി ത്വരീഖത്തിന് ഇബ്ലീസിന് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാണ്, ഓഫർ. ആ മെമ്പർഷിപ്പ് എടുത്താൽ ഇബ്ലീസിനെ പഴയ സ്ഥാനത്തേക്ക്, അവ്വൽ മഖാമിലേക്ക് നിന്നെ എത്തിച്ചു തരാം എന്ന് റിഫായി ശൈഖ് പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതോ ഖിയാമത്ത് വരെ ശപിക്കപ്പെട്ടവരാണ്, ആയുസ്സും കൊടുത്തു വിട്ടതാണ്. ആയുസ്സും കൊടുത്തു വിട്ടു, റജീമാണ്, മൽഊനാണ്, ശപിക്കപ്പെട്ടവരാണ്. ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളുവരെയും അല്ലാഹു തആല ആയുസ്സും നൽകി പറഞ്ഞയച്ചിട്ട് ശപിക്കപ്പെട്ടവരാക്കി പ്രഖ്യാപിച്ചതാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന് ഓഫർ കൊടുക്കുക, എൻ്റെ ത്വരീഖത്ത് കയറിക്കോ, എന്ന പഴയ സ്ഥാനം ഞാൻ തിരിച്ചു തരാം. ഇത് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റുമോ? ബുദ്ധിക്ക് യോജിക്കുമോ? സംശയമുണ്ടാക്കില്ലേ? സത്യമാണ് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യം വിലയോടെ തന്നെയാണ്, നമ്മളോടല്ല. ആ ബുക്കിന് വില എഴുതിയല്ലോ സമ്മേളനം നടത്തിയപ്പോ. ബുദ്ധിക്ക് യോജിക്കാത്തത് പറയരുത്, സംശയമുണ്ടാക്കുന്നത് പറയരുത്. അപ്പോഴാണ് ഫൈസൽ മൗലവിന്റെ ചോദ്യം. പിന്നെ അയാളെ വകയിൽ ചിലതൊക്കെ കൂട്ടും. റിഫായി ശൈഖിന്റെ ത്വരീഖത്തിൽ ചേർന്നു എന്നൊക്കെ അവന്റെ വകയിലാണ്. ചേർന്നോ ഇല്ല എന്നുള്ള എല്ലാ വിഷയം. വേണ്ടി വന്നാൽ അതിന് കഴിയുമോ എന്നാണ്. വേണ്ടി വന്നാൽ അതിനും അപ്പുറവും കഴിയുന്ന ആളാണ് അഹ്മദുർ റിഫാഇ. അതുകൊണ്ടാണ് പാടിയതെന്ത്? നീ ആ കൽപ്പനകൾ കേട്ടില്ല, എന്നെ തുടരുന്നാ പറഞ്ഞു. തുടർന്നാൽ നിന്നെ എത്തിച്ചു തരാം. അപ്പൊ ഒരാളിപ്പോ ഇറങ്ങിന്, അത് ഷർത്തിയായ ജുംലയാണ്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക എന്ന് പറഞ്ഞ പോലെയാണ് ഒരുത്തൻ വാളക്കോൾത്തേരൻ. ഓൻ പറഞ്ഞെന്താ? നബിനോട് പറഞ്ഞില്ല നിങ്ങൾ ശിർക്ക് ചെയ്ത അമല് പൊളിഞ്ഞു പോവും, അപ്പൊ നിങ്ങൾ ശിർക്ക് ചെയ്യൂല, അമല് പൊളിയൂല. ഇതേപോലെയാണ്, ഒരിക്കലും നന്നാവൂല എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതാണ്. ഇതാ ഷർത്തിയായ ജുംലല്ല, അതിന് മുമ്പ് അമ്രുണ്ട്. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ, ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവ. എന്നെ തുടരൂ, അമ്രാണത്.
അമ്ര വരണമെങ്കിൽ മുംകിനായ കാര്യത്തിലാകണം. നേരിട്ട് സംവദിക്കാണ്ടി വരിങ്ങള്. അങ്ങനെ ഒരു ആൺകുട്ടി AP കൂടാരത്തിലുണ്ടോ? അമ്രും നെഹിയും ഷർത്തിയായ ജുമലയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചേരങ്ങൾക്ക്. അത് തന്നെ ലവ് കൊണ്ട് പറഞ്ഞതും ഇന്നു കൊണ്ട് പറഞ്ഞതും വ്യത്യാസല്ലേ? ഇത് അമ്രല്ലേ? അമ്രിന് ഈ കാര്യം മുംകിനാകണ്ടേ? ഏടുന്ന ഞങ്ങൾ പഠിച്ചേ. അപ്പൊ മടവൂര് ഷെയ്ഖിനെ കുറിച്ച് പാട്ട് വന്നപ്പോ ഇവർ എതിർത്ത പോലെയാണ് ഇപ്പൊ ഫൈസലിന്റെ പ്രസംഗം. ഇനി അതേ ഫൈസൽ മൗലവിന്റെ സ്ഥാനത്ത് വേറൊരു ബിംബ ഇരുന്നിട്ട് മടവൂര് പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടോളി. ഒക്കെ ഒന്നെ സാധനം. കമന്റുകൾ എഴുതുകയാണ്. വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. എന്താ പാടിയത്? ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂര് പഴയതുപോലെയാക്കുമെന്നാണ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിന് പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്. എങ്ങനെയാണ് മടവൂരിനത് കഴിയുക? അത് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടിയും അള്ളാഹു തആല നൽകുന്നതുമായ കാര്യങ്ങൾ കൊണ്ടല്ലേ ഏതൊരു വലിയും അവരുടെ കറാമത്തുകൾ പ്രകടിപ്പിക്കാറുള്ളൂ. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് റൂട്ടിൽ പോകണ്ടില്ലേ? ഫൈസലി റിഫായിമാലെ എങ്ങനെയാണോ ഗണ്ണിച്ചത് അതേ ഭാഷയിലാണ് മടവൂര് ഷെയ്ഖിനെ കുറിച്ചുള്ള രണ്ടുപേരർത്ഥത്തിന്. വേണ്ടി വന്നാൽ പഴയതുപോലെയാക്കും. ഇഫൽ നീ എന്നെ തുടരൂ, എങ്കിലോ നിന്നെ ഞാൻ അവ്വലു മഖാമതിലെത്തിക്കും. അപ്പൊ നമ്മളെന്ത് പറഞ്ഞു? ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ അധികാരാണ് ഇവിടെ വിഷയം. പിശാച് നന്നായോ ഇല്ലേ എന്നുള്ളതല്ല. അപ്പൊ ബലൻ നന്നായില്ലല്ലോ, പിന്നെ ഇവിടുന്ന് പിശാച് നന്നാവാനാ? ഇവിടുത്തെ വിഷയം എന്താ? ഔലിയ അമ്പിയാക്കളുടെ അധികാരം എത്രത്തോളം ഉണ്ട് നമ്മൾ ഉദ്ധരിച്ചു കൊടുത്തു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വമഅഹു ശൈത്വാൻ. എല്ലാവരുടെ കൂടെയും ഒരു ശൈത്താൻ ഉണ്ട്. സഹാബത്ത് ചോദിച്ചു, അങ്ങയുടെ കൂടെയുണ്ടോ? അപ്പൊ പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഇല്ല അന്നല്ലാഹ അസ്സ വജൽ അആനനി അലൈഹി ഫഅസ്ലമ. ശൈത്താൻ മുസ്ലിമായി. എന്റെ കൂടെയുള്ള ശൈത്താനിനെ ഞാൻ മുസ്ലിമാക്കി. അപ്പൊ മുസ്ലിമായി. അതാരെ മുഅ്ജിസത്താണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു ഇബ്ലീസിന്റെ നേരെ പേരക്കുട്ടി ഹാമത്ത് ബിനു ഇബ്ലീസ് അല്ലേ? തെളിവുകൾ ഇങ്ങനെ വരില്ലേ? ഹാമത്ത് ബിനു ഇബ്ലീസ് എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ പേരക്കുട്ടിയാണ്. അയാൾ നൂഹ് നബിന്റെ അടുത്ത് വന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്ന് തൗബ ചെയ്ത് മുസ്ലിമായി. ഇത് രണ്ടും എങ്ങനെ ശരിയായി എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഞാനപ്പോ തന്നെ പറഞ്ഞിരുന്നു, ഇനി ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു വരണ്ടാക്ക വഹാബിന്റെ അസുഖമാണ്. വഹാബിയുടെ അതേ അസുഖട്ടോ മുഴുവൻ വല്. നമ്മൾ പറഞ്ഞ തെളിവ് ശരിയല്ലേനോ? ഇപ്പൊ പറഞ്ഞു, അതാണ് ഇപ്പൊ വന്നുള്ളത്. അത് ലഈഫാണ്. പണ്ട് ഞാൻ ലൈൻ ഖാമ എന്നുള്ള ഹദീസ് ഉദ്ധരിച്ച് താരീഖ് ഇബ്നു അസാക്കിറിലുണ്ട് പറഞ്ഞ് കായക്കൊടി ചാടി വീണിട്ട് പറഞ്ഞു അത് ലഈഫാണ്. രണ്ട് ന്യൂനതകളുണ്ട്. ഇതേ അസുഖം. ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് എന്നാണ് ഒരു മൗലവി, അതേ മൗലവി പറയുന്നു. ഒന്ന് വെച്ചോടുക്ക്. വരില്ലേ? എന്ത് പോയത്തരാ പറയുന്നത്? ഇതേപോലെ തന്നെ വേറൊരു തെളിവും പറയുന്നുണ്ട്. നൂഹ് നബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദുമാരിൽ ഹാമത്ത് ബിനു ഇബ്ലീസ് ഉണ്ട്. ഈ ഇബ്ലീസാക്ക് തിരിയില്ല. ഈ ഇബ്ലീസിന് തിരിഞ്ഞില്ല. എവിടെ അവസ്ഥ? ഇത് ഏതാ സ്ഥലം? ഇത് നൂഹ് നബിന്റെ ഹദറത്താ. ഇത് റിഫായി ഷെയ്ഖിന്റെ ഹദറത്താ. ഇത് മടവൂര് ഷെയ്ഖിന്റെ ഹദറത്താ. ഇത് കാലഘട്ടത്തിലെ മശായിഖിന്റെ ഹദറത്താ. അവിടെ വന്ന് പറഞ്ഞതനുസരിച്ച് തൗബ ചെയ്താൽ അല്ലാഹ് വരെ ആ മനുഷ്യന് ആർക്കായാലും പുറത്തു കൊടുക്കും. കണ്ടോ? ഈ ഇബ്ലീസിന് പുറത്തു കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി എന്തെല്ലാം പെടാപ്പാടാ പെടുന്നത്. ഇബ്ലീസിന്റെ ഒരു പേരക്കുട്ടി മഹാനായ നൂഹ് നബിയുടെ അടുത്ത് പോയി
അതുപോലെ മറ്റു പല പ്രവാചകന്മാരുടെ അടുത്ത് പോയി എന്നൊക്കെയുള്ള ഒരു ഹദീസാണ്. ആ ഹദീസ് ലൈഫാണ്. അത് ലൈഫാണ് എന്ന് ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നൗഷാദ് ആദ്യം തന്നെ ഒരു ഉഡായിപ്പ് തന്ത്രം എടുക്കുന്നുണ്ട്. 2 സംഭവം പറഞ്ഞു. സ്വഹീഹായ ഹദീസാണ്, തർക്കല്ല. സ്വഹീഹ് അല്ലാന്നുണ്ടെങ്കിൽ പറയാ വാക്യം പറയാം. ഇതൊന്നും ഇപ്പൊ ഞങ്ങളെ തൽക്കാലം വിടാൻ പോണില്ല. ബിമദദി ശൈഖിനാ സയ്യിദ് യഹ്യൽ ബുഖാരി. തൽക്കാലം എന്നല്ല, വിടരുത്, വിടൂല. ഇതൊന്നും വിടാൻ പോണില്ല. അയാൾ പറയാ ഞാനായി തന്നെ പറഞ്ഞോട്ടെ എഴുതി പറഞ്ഞതാ. സനദ് ലൈഫ സനം വഹാബി ആയല്ലോ. കറക്റ്റ് ഒരു വഹാബി നമ്മളൊരു ഹദീസ് പറഞ്ഞാൽ എന്താ പറയാ, ലൈഫാണ്. അതെന്നെ വലുവായി. ആ ഹദീസ് ഏത്? ഇബ്ലീസിന്റെ പേരക്കുട്ടി ഹാമത്ത് ഇബ്നുൽ ഹൈം മുസ്ലിമായ സംഭവം. കൂടുതൽ വലിയ കിതാബ് നോക്കി മീസാനുൽ ഇഅ്തിദാലും അതുപോലെയുള്ള കിതാബൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ നോക്കാം. അത് സാധാരണ ദർസിലില്ലേ മിഷ്കാത്ത് പറഞ്ഞ വലിയൊരു കിതാബ്, അതിനൊരു ശറഹുണ്ട് മുല്ല അലിയുൽ ഖാരി തങ്ങൾക്ക്. അതിന്റെ പേരാണ് മിർഖാത്ത്. ആ മിർഖാത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ പറയുന്നുണ്ട്, കണ്ടോ, ലിമാ ഫീ ഹദീസിൻ ഹസനിൻ അന്ന ഹാമത്ത് ഇബ്നു ഇബ്ലീസ് ജാഅ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിർഖാത്ത് നോക്കിയാൽ മതി. എങ്ങനെ പറഞ്ഞു? ഫീ ഹദീസിൻ ഹസനിൻ, സ്വീകാര്യമായ ഹദീസിൽ. ഹസനാണത്. ഹസനായ ഹദീസ് എങ്ങനെയാണോ ദഈഫാകല്? സ്വീകാര്യമായ ഹദീസാണ് മിർഖാത്തിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മള് ഒരു ഇരട്ടെന്ന് അയമ കൊത്താൻ മാത്രമേ ഞങ്ങളൊക്കെ ഉള്ളൂ. എന്നിട്ട് അടുത്ത് പിന്നെ പറയാം, ഇനി സ്വഹീ ആയെങ്കിൽ തന്നെ ഇവിടെ എന്താ പ്രശ്നം? അത് അയാൾ പറയട്ടെ. ഇനിയിപ്പോ അത് സ്വഹീഹാണെന്ന് തന്നെ വെക്കാം, സ്വഹീഹാണെന്ന് തന്നെ സമ്മതിക്കാം. എന്താണ് ആ ഹദീസിലുള്ളത്? പിശാചിന്റെ ഇബ്ലീസിന്റെ ഒരു പേരക്കുട്ടി മുസ്ലിമായി. അതിനെന്താ ഇവിടെ തടസ്സം? ഖുർആനിൽ എതിര് പറഞ്ഞിട്ടുണ്ടോ? അത് ഖുർആനിൽ ഇബ്ലീസിന്റെ പേരക്കുട്ടിയും അവന്റെ വംശപരമ്പരയിലുള്ളവരും മുഴുവനും നരകത്തിലാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോതി നൗഷാദെ ആദ്യം, എന്നിട്ടല്ലേ ഇത് വായിക്കേണ്ടത്? അത് ഓതുമ്പോഴല്ലേ ഞങ്ങൾ ഓതി തരാം. അത് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ അങ്ങോട്ടായിട്ടോ. ഇപ്പൊ ഇബ്ലീസ് നന്നാവെന്ന് പറഞ്ഞപ്പോ എവിടെത്തി? ഇബ്ലീസിന്റെ മക്കളും ശൈത്താന്മാരും നന്നാവൂല എന്ന് ആരേ പറഞ്ഞു പോകുന്നു. അപ്പൊ ഇബ്ലീസിന്റെ മക്കൾക്ക് നന്നാകാന്ന് ഇനി ഇബ്ലീസിനല്ലേ പ്രശ്നമുള്ളൂ. മരുന്ന് ഫലിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ സംശയം ഇബ്ലീസിന്റെ മക്കൾ പ്രശ്നത്തിലാന്ന് ആരാ പറഞ്ഞത്? അത് ഇബ്ലീസിന്റെ മക്കൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ശരിക്ക് കേട്ടോളി. എന്തായാലും പറഞ്ഞു കാണാ ആയത്തന്നെ. അത് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതാത്തവന്റെ പ്രശ്നമാണ്. അല്ലങ്ങനെ പറഞ്ഞിട്ട് നിങ്ങള് അഫതത്തഖിദൂനഹു വദുദ്ദിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവ്വ് ബിഅസൽ ലിസ്സാലിമീന ബദലാ. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ ഇബ്ലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസിനോട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് മാത്രം ചെയ്തില്ല. കാന മിനൽ ജിന്നി, ഇബ്ലീസ് ജിന്നിൽപ്പെട്ട ആളെന്നായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബി, റബ്ബിന്റെ തീരുമാനത്തിനോട് അവൻ മോട്ട് കാട്ടി, അവൻ ഫാസിഖായി. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, ഫതത്തഖിദൂനഹു, ഇബ്ലീസിനെ നിങ്ങൾ ആക്കുകയാണോ? വദുദ്ദിയതഹു, ഇബ്ലീസിന്റെ ദുദ്ദിയത്ത്, അതാണോ ഇബ്ലീസിന്റെ മക്കൾ, അവരെയും നിങ്ങൾ ആക്കുകയാണോ? ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ നിങ്ങൾ അവരെയാണോ നിങ്ങളുടെ ആളുകളാക്കി സ്വീകരിച്ചത്? ഇനി കേട്ടോ, വഹും ഒമീറെങ്ങട്ടാ? വഹും ബലക്ക മീസാൻ മുതൽ പഠിപ്പിക്കണം. ലമീർ ദറൗ ഹും എന്ന് പറഞ്ഞു പഠിപ്പിക്കണ പോലെ അതാണ് ഹും. ഹു എന്നല്ല, വഹും അവർ. അവർ എന്നാരാ? ഇബ്ലീസ് വദുരിയതുഹു, ഇബ്ലീസും ഇബ്ലീസിന്റെ മക്കളും. അതാ അവരെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഇന്നതാ വഹും ലക്കും അദുവ്, അവർ നിങ്ങൾക്ക് ശത്രുവാണ്. ഖുർആൻ അസ്സ, ശത്രുവാണവർ. ശത്രുവായ ഇബ്ലീസും ഇബ്ലീസിന്റെ ദുർരിയത്തും മക്കളും ഖുർആന്റെ കൽപ്പനയാണ്, ശത്രുവാണ്. ഖിയാമത്ത് നാൾ വരെ ശത്രുവാണ്. അതുകൊണ്ടാണ് എന്റെ തഫ്സീറിൽ ഇബ്ലീസിന്റെ അതേ ഹുക്കുമാണ് ഇബ്ലീസിന്റെ മക്കളായി വരുന്ന ശൈത്താന്മാർക്ക്. അവർ ഇബ്ലീസ് മരിക്കുമ്പോഴേ മരിക്കുള്ളൂ, അതുവരെ പറഞ്ഞിട്ടുണ്ട്. ജിന്നി എന്ന് പറഞ്ഞൊരു വിഭാഗം വേറുണ്ട്. അതിൽ ശൈത്താനും
നന്നാകണം. അത് മനുഷ്യന്മാരിലും ഉണ്ടല്ലോ, ഇപ്പൊ മുസ്ലിം ജമാഅത്തില്ലേ, അതേപോലത്തെ അതിലും ഉണ്ടാവും. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബ്ലീസ് ഓന്റെ ദുർരിയത്ത് എന്നാണ്. ദുർരിയത്തിൽ ആരുണ്ട്? ഹാമത്തുണ്ട്. ഹാമത്ത് അദുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുസ്ലിമായ പിന്നെ അദുവല്ലല്ലോ, ശത്രുവല്ലല്ലോ. അപ്പൊ ഖുർആനെതിരായില്ലേ? മറുപടി പറഞ്ഞോളി. ഇനി ഓരോ ആളുകളുടെയും കൂടണ്ട് എന്ന് അറിഞ്ഞില്ലേ? കൂടണ്ട് ഓരോ ശൈത്താൻ. അതിൽ മുസ്ലിമായല്ലോ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ശൈത്താൻ. ആ ശൈത്താൻ ആരാ? മിർക്കാത്ത് നോക്ക്, വലതു ഇബ്ലീസ്. ഇബ്ലീസിന്റെ നേരെ സന്താനങ്ങൾ നോൻ പറഞ്ഞേക്കണാണ്. കാരണം പ്രധാന ഡ്യൂട്ടിയിലൊക്കെ മക്കൾക്ക് തന്നെ കൊടുക്കുക, പിന്നെ മുസ്ലിം ജമാഅത്തിനൊക്കെ കൊടുക്കുള്ളൂ. പരിഗണനകൾക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തായി ഇവിടെ സംഭവിച്ചേ? ശരിക്കും പഠിക്കുങ്ങള്. ഇബ്ലീസിന്റെ ദുർരിയത്തിൽപ്പെട്ട ആളെയാണ് ആര് മുസ്ലിമാക്കിയത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്ലീസിന്റെ ദുർരിയത്തിൽപ്പെട്ട ആളെയാണ് ആര് മുസ്ലിമാക്കിയത്? നൂഹ് നബി അലൈഹിസ്സലാം. അദുവ്വും മുബീൻ ഖുർആൻ. എന്താ കുഞ്ഞി ഖുർആനെതിരായോ? എന്താ മറുപടി പറയുങ്ങള്? അവിടെയാണ് മറുപടി വരുന്നത്. അത് സാധാരണഗതിയിൽ അവർ മുസ്ലിം ആകുന്നതല്ല. പക്ഷേ മുസ്ലിമായി ആരുടേത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്ജിസത്തൻ ലിറസൂലില്ലാഹ്. ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്തായിട്ടാണ് മുസ്ലിമായത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? അത് സ്പെഷ്യലായി സംഭവിക്കുന്നതാണ്. ഇനിയോ നിങ്ങളൊന്ന് പഠിപ്പിക്കട്ടോ. മുഹിയുദ്ദീൻ ശൈഖ് പറയാ റളിയല്ലാഹു അൻഹു, ഖലായിദുൽ ജവാഹിർ, എന്റെ കൂടെയും ഉണ്ടായിരുന്നു ഒരു ശൈത്താൻ, അങ്ങനെ ഞാൻ അതിനെ നന്നാക്കി, ഫാസിലമ, അവനും മുസ്ലിമായി. കുടുങ്ങിയില്ലേ? വാരിഥീങ്ങളെ കൂടെ ഉള്ള ശൈത്താന്മാരൊക്കെ മുസ്ലിമാണോ? നിങ്ങളൊന്ന് കൂടെ കോടിയൊക്കെ നന്നായി പോകും. അല്ലെ വിട്ടുക്കാൻ പറഞ്ഞേ. അതാണ്. അപ്പൊ മടവൂര് ശൈഖുന ഔസുല്ലാലമാണ് ഇന്നത്തെ. അതാണ് ആ പാട്ടിൽ പറയുന്നത്. ഖലായിദുൽ ജവാഹിർ എടുത്തു നോക്ക്. ഔസുല്ലാലം പറയുന്നത് എന്റെ കൂടെ ഉള്ള ആള് മുസ്ലിം ആയിട്ടുണ്ട്, ശൈത്താൻ. അത് ഇബ്ലീസിന്റെ ആളാന്ന് മിർക്കാത്ത് നോക്ക്. നേരെ കുട്ടിയാ, അല്ലാതെ ഇപ്പം പറഞ്ഞാൽ ഏതോ ശൈത്താനായി വന്നല്ലേ. ശൈത്താന്റെ സ്വഭാവമുള്ളവർക്ക് ശൈത്താൻ എന്നറിയാം. അതല്ലല്ലോ, ഇത് നേരെ കുട്ടിയല്ലേ, അല്ലേ? എവിടെ എത്തിങ്ങളെ കഥകൾ? ഇനിയിപ്പോ ഇബ്ലീസിന്റെ മോന് മക്കൾ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇനി ഞാൻ സാക്ഷാൽ ഇബ്ലീസിനെ തന്നെ കൊണ്ടുവരാം. ഇബ്ലീസിനെ കുറിച്ച് തന്നെ എന്താ പ്രമാണങ്ങളിലുള്ളത്? ഞാൻ വായിച്ചില്ലേ യഹ്യയിൽ നിന്ന് മഹാനരായ മൂസ അലൈഹിസ്സലാം. നിനക്ക് മറുപടി പറയട്ടോ. മൂസാ നബി ലഖിയഹു ഇബ്ലീസ്. മൂസാ നബി അലൈഹിസ്സലാമിനെ ഇബ്ലീസ് കണ്ടുമുട്ടി. യാ മൂസ, ഇബ്ലീസ് തന്നെ, ദുർരിയത്തൊന്നുമല്ല, സാക്ഷാൽ ആ ഇബ്ലീസ് കണ്ടുമുട്ടി. യാ മൂസ അൻതല്ലദി ഇസ്തഫാകല്ലാഹ്. ഇബ്ലീസിന്റെ വിവരാണ്. നിങ്ങൾ അല്ലാഹ് പ്രത്യേകം സെലക്ട് ചെയ്ത ആളാണല്ലോ. ബിരിസാലത്തിഹി, മുർസലാക്കിയിട്ട്, വകല്ലമക തക്ലീമ, നിങ്ങളോട് അല്ലാഹ് നേരിട്ട് സംസാരിച്ച ആളാണല്ലോ. വഅന ഖൽഖും മിൻ ഖൽഖില്ലാ, ഞാനും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ. ഇബ്ലീസ് പറയാണ്. അതിനബുത്തു, വല്ലാതെ തെറ്റ് ചെയ്തു പോയി. ഉരീദു അൻ അതൂബ്, എനിക്ക് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഫസ്ഫഇലി ഇലാ റബ്ബി അൻ തതൂബ അലയ്യ, നിങ്ങൾ തൂരുസിന പർവ്വതത്തിൽ പോകുമ്പോ എനിക്കൊന്ന് തൗബ ചെയ്യാൻ ശഫാഅത്ത് ചെയ്യണം. എന്താ മൂസാ നബി പറഞ്ഞത്? ഫൈസൽ മൗലവിയും ഈ മൗലവിമാരും പറഞ്ഞതനുസരിച്ചാണ് ഈ മൂസാ നബി എന്താ പറയേണ്ടത്? ഈ നന്നാവൂല എന്ന് പറഞ്ഞതാണ്. അന്നുണ്ടല്ലോ വേദങ്ങൾ, തൗറാത്തൊക്കെ, അത് അറിയണല്ലോ മൂസാ നബിക്ക്. അന്നേക്കുമായി ശപിച്ചതാണ്, അത് പോടാ, എനിക്ക് തൗബല്ലാന്നല്ലേ പറയണ്ടി. മൂസാ നബി എന്താ? നഅം, ഞാനൊന്ന് ഇടപെടാം. ഫലമ്മാ സഇദ മൂസ അൽ ജബൽ വകല്ലമ റബ്ബഹു ഖാല, അങ്ങനെ റബ്ബിനോട് സംസാരിച്ച് മടങ്ങി പോരാൻ വേണ്ടി മൂസാ നബി ഒരുങ്ങുമ്പോ ഖാല ലഹു റബ്ബുഹു, റബ്ബ് ഓർമ്മപ്പെടുത്ത, അതിൽ അമാന, എന്തോ ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടി വിചാരിച്ചല്ലോ, അതെന്തോ മറന്നുപോയോ? അള്ളാഹ് അങ്ങോട്ട് പോയിക്കാണ്. മൂസാ നബി ആ ബേജാറിൽ മറന്നുപോലോ. ഇപ്പൊ നമ്മൾ ശൈഖുനാന്റെ അടുത്ത് പോയി പലരും ഏൽപ്പിച്ചിട്ടുണ്ടോ, അതന്നെ മറന്നുപോയിണ്ടോ? എന്തായാലും മുപ്പര് മടങ്ങുമ്പോ മടങ്ങിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ബാക്കി. ഫഖാല മൂസ, മൂസാ നബി പറഞ്ഞു, യാ റബ്ബ് അബ്ദുക ഇബ്ലീസ്, അന്റെ അടിമണ്ടല്ലോ ഇബ്ലീസ്, യുരീദു അൻ തതൂബ അലൈ, ഓന് ഈ തൗബ സ്വീകരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അള്ളാഹ് മൂസാ നബിനോട് പറഞ്ഞു, ഖദ് ഖളൈതു ഹാജതക, നിങ്ങൾ ശഫാഅത്തല്ലേ വന്ന്, ഞാൻ അത് വീട്ടിൽ തരാം. കണ്ടങ്ങള്, അസംഭവ്യമായ കാര്യമാണ് അബ്ബല് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ത്? അവനോട് ഈ പറയാൻ യസ്ജുദ് അലി ഖബരി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിനൊന്ന് സുജൂദ് ചെയ്യ്. ഹത്താ യുതാബ അലൈ, സുജൂദ് ചെയ്ത സെക്കൻഡിൽ അവന് തൗബയാണ്. മൂസാ നബി ഇബ്ലീസിനെ കണ്ടുമുട്ടി.
ആവശ്യം നിറവേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉമിർത അൻ തസ്ജുദ ലിഖബ്രി ആദം, ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാധനം മറ്റതാണല്ലോ. ലം അസ്ജുദ ലഹു ഹയ്യൻ അസ്ജുദ ലഹു മയ്യിത, ജീവിതകാലത്ത് തന്നെ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടാണോ നീ മരിച്ചതിന്റെ ശേഷമോ ഇനി മാറിയെന്നാണ്. ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നീ എന്റെ മുരീദാക്, ചാൻസ് ഉണ്ട്, മുംകിനാണ്. നമ്മൾ പറയുന്നത് ആയി എന്നല്ലോ, ആകാം. ആക്കാൻ കഴിവുള്ളവർ വേണം. ഞാൻ നേരത്തെ വായിച്ചതാ, ഒന്നുകൂടി നമുക്ക് കൊടുക്കാം. ഇത് പഠിക്കണല്ലോ ആൾക്കാർ. ഇബിലീസ് മൂസാ നബിന്റെ അടുത്ത് വന്ന കഥയല്ലേ ഇപ്പൊ കേട്ട്? ഇബിലീസ് എന്നെ നൂഹ് നബിന്റെ അടുത്ത് വന്നു. അദ്ദുറുൽ മൻസൂർ എടുത്തോ, ഇമാം സുയൂത്തിയുടെ തഫ്സീർ എല്ലാ കിതാബിലും ഉണ്ട്. ഇനി വാജ് ദഈഫ് പറഞ്ഞിട്ട് അതിൽ കാണാം. അതാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല്, ആ കപ്പലിൽ മാത്രമേ ആൾക്കാരുള്ളൂ കേട്ടോ. നൂഹ് നബിന്റെ അടുത്ത് വന്ന് പേരക്കുട്ടി മുസ്ലിമായ കഥ അല്ല, അത് സാക്ഷാ വല്യാപ്പന്നെ വന്നതാണ്, വലിയ നേതാവന്നെ വന്നതാണ്. മുഷാവറ പ്രസിഡന്റ് അറിയില്ല, സുലൈമാൻ ഉസ്താദ് ഉണ്ടായതുകൊണ്ട്, നല്ലൊരു മനുഷ്യനാണല്ലോ. അപ്പൊ നോക്ക് നിങ്ങൾ, അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ഇബിലീസിന് ഇങ്ങനെ കപ്പലിന്റെ മെല്ലെ സൈഡിൽ ഇബിലീസ് തൂങ്ങിന്. കാരണം മൊത്തം വെള്ളമൊന്നും ഓനറിയാം, ഓൻ വല്ല കപ്പലിന്റെ പിന്നെ ഏതോ ഒരു സൈഡിൽ നിൽക്കുക. അപ്പൊ നൂഹ് നബി അവനോട്, അന്റെ ഒരു കാരണം കൊണ്ടല്ലേ ചങ്ങായി ഈ ആൾക്കാർ മൊത്തം വൈലക് അത് ഈ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ ഈ നാശമൊക്കെ ഉണ്ടായത് നൂഹ് നബി. അപ്പൊ ഇബിലീസ് പറയാ, എന്താ ഇപ്പൊ നീ പരിഹാരം? കാരണം ചോദിക്കും വേണം, അല്ലെങ്കിൽ ഈ കപ്പലിൽ നിന്ന് അടിച്ചു പൊട്ടിച്ച പ്രശ്നമാണല്ലോ, എന്താ പരിഹാരം? അപ്പൊ പറഞ്ഞു, പിന്നെ ഇബിലീസ് പറയാണ്, നിങ്ങൾ ഇന്റെ കാര്യത്തിലൊന്ന് അള്ളാനോട് പറയും. അണങ്ങള് ആ പറയുമ്പോ ഇവരെന്താ പറയുന്നതാ നോക്കാനുള്ളത്. സൽ റബ്ബക ഹല്ലീ മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിക്കി. നൂഹ് നബി റബ്ബിനോട് സംസാരിച്ചു. കേട്ടോ, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം, തൗബ ഉണ്ട് എന്നാണോ പറഞ്ഞേ? അവന്റെ തൗബ ആദം നബിക്ക് അവിടുത്തെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. ഇല്ലേ മടവൂരൊന്ന് ചെയ്താലും മതി, അതല്ലേ പിന്നുള്ളത്. അവിടെ ചെയ്താ പിന്നെ എല്ലാം ആയല്ലോ. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യലാണ് തൗബ. അപ്പൊ തൗബ ഉണ്ട് എന്നാണോ പറഞ്ഞേ? ഇഹ്തിമാലുണ്ട്. ഖാല ഖദ് ജഅൽതു ലക തൗബ, അല്ലാഹു പറഞ്ഞു, ഓന് ഞാൻ തൗബാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഖബറിന്റെ അവിടെ പോയി സുജൂദ് ചെയ്യാൻ പറയും. അപ്പൊ തൗബ ഉണ്ട് എന്നാ പറയണേ. നിങ്ങൾ പറഞ്ഞത് ഉണ്ടാകാൻ പാടില്ല, അള്ളന്നെ അള്ളാഹ്ക്കെതിരാ. അപ്പൊ പറഞ്ഞ് അല്ല പറഞ്ഞ് തൗബ ഉണ്ട്, സുജൂദ് ചെയ്താൽ മതിനാ. സുജൂദ് ചെയ്താൽ പിന്നെ ഇബ്ലീസ് അല്ല, ആള് മാറി, പിന്നെ ആൾ ഉഷാറായില്ലേ. കുരുവട്ടൂര് ജാവയിൽ എത്തിയവൻ പഴയ ആളല്ലല്ലോ, പിന്നെ മെമ്പർഷിപ്പ് മാറിയില്ലേ. അപ്പൊ പിന്നെ പഴയ ആളായി പറയാൻ പറ്റുമോ? പഴയതൊക്കെ ബാത്തിലായില്ലേ എന്ന് പറഞ്ഞാൽ ഇബിലീസ് ആകുന്നത് എപ്പോഴാ? ഈ കാന ഖൈറും മിൻഹു, ഞാനാണ് ഔലിയാക്കളേക്കാൾ ഖൈർ എന്ന് പേര് പറയുന്ന ഭാഷ ഉണ്ടാവുമ്പോഴാണ്. ആ ഭാഷ വിട്ട് നന്നായി സുജൂദ് ചെയ്താലോ അത് സാധ്യമാണ്. സാധ്യല്ലേ അള്ളാഹ് പറയൂല, ഓന്റെ കാര്യം സംസാരിക്കണ്ട, ഓന് തൗബല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, പോട്ടെ എന്നാ പറയാ. ഇതങ്ങനല്ല, ഓന് തൗബയുണ്ട്. ആ തൗബ സുജൂദ് ചെയ്യലാണ്. സുജൂദ് ചെയ്താൽ ഞാൻ അവനെ അതാണ് റിഫായി ശൈഖും പറയുന്നത്, എന്റെ മുരീദാക്, എന്നിട്ട് ഞാനന്ന് സുജൂദൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചരാം. സുജൂദ് ചെയ്ത് നോക്കുന്ന ആ സുജൂദ് വരെ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് പിന്നെ ആ നൂഹ് നബി പറഞ്ഞത്, എന്നാലേ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആദം നബിന്റെ ഖബർ ഞാൻ കാണിച്ചത് സുജൂദ് ചെയ്തോ. അതിന് ഞാനില്ലട്ടോ, ഞാൻ ഒറിജിനൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. റോമാൻ മുങ്ങി, അത് ഓൻ ചാൻസ് പായാക്കിയതാണ്. ചാൻസ് പായാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ അവനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. ചാൻസ് ഇപ്പോഴും നിലനിൽക്കാണ്. അതിന് നിങ്ങൾ ഇടപെട്ടാ പോരാ, കാലഘട്ടത്തിലെ മശായിഖന്മാരെന്ത് ചെയ്യണം? ഇടപെടണം. അപ്പൊ ചുരുക്കത്തിൽ അള്ളാന്റെ ഔലിയാക്കന്മാരെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങളായിട്ടില്ല.